ഹലോ എവരി വൺ, വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. അപ്പൊ ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് എല്ലാവർക്കും അറിയാവുന്ന നമുക്ക് പ്രിയപ്പെട്ട രജിത് സാറാണ്. കിരാത എന്ന മൂവിയുടെ വിശേഷങ്ങളായിട്ട് എന്തൊക്കെയുണ്ട് വിശേഷം? ആദ്യമേ ഞാൻ പറഞ്ഞു രജിത് സാറല്ല, രജിത്തേട്ടനാണ്. രജിത്തേട്ടൻ. അപ്പോൾ കിരാത എന്ന് പറയുന്ന മൂവി ഇപ്പം ജനുവരി 23 റിലീസ് ആവുകയാണ്. എൻ്റെ ഒരു പുതിയ പടം കൂടെ വരുന്നു. ഒരുപാട് സന്ദേശങ്ങൾ എന്ന് വെച്ചാൽ അത് യൂത്ത് ബേസ് ചെയ്തിരിക്കുകയാണ്. അപ്പം അതിനകത്ത് എൻ്റെ റോള് തന്നെ പറയാം, ഞാൻ കോളേജ് പ്രിൻസിപ്പലായിട്ടാണ്. അപ്പോൾ കോളേജ് ബേസ്ഡ് ആണ്. നമ്മൾ പലപ്പോഴും സ്കൂളിലും കോളേജിലും ഒക്കെ കുട്ടികളെ അടിച്ചു പൊളിച്ച് സെലിബ്രേറ്റ് ചെയ്യാനൊക്കെ പോകും. കുറേ പേര് കൃത്യമായിട്ട് അവർ സമയത്തിന് തന്നെ തിരിച്ചെത്തും. പക്ഷെ വേറെ കുറെ പേര് സമയത്തിന് തിരിച്ചെത്തണമെന്നില്ല, അല്ലെ? ചിലര് ചിലപ്പോൾ അടുത്ത ദിവസങ്ങളിൽ വന്നു എന്ന് വരാം, ചിലര് ഒരിക്കലും തിരിച്ചു വന്നില്ല എന്നും വരാം. അപ്പൊ ഇതിന്റെ പല വേർഷൻ അല്ലെങ്കിൽ എന്തൊക്കെ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന്, ദെൻ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കുറെ അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ, ഇതിന്റെ പേരും പിടിച്ച് അതിന്റെ മറ പിടിച്ചുകൊണ്ട് നടക്കുന്ന കുറേ എന്താ പറയുക അതിസാമർഥ്യം അല്ലെങ്കിൽ നിഗൂഢതകൾ നിറഞ്ഞ കുറെ പരിപാടികളുണ്ട്. ഇപ്പൊ നമ്മള് ചിലതൊക്കെ കേട്ടിട്ടുണ്ടാവും, ഈ സാത്താൻ സേവ, അതിന് നെഗറ്റീവ് എനർജി, ആന്റി ക്രൈസ്റ്റ്, അതാണ് കറക്റ്റ് വാക്ക് പറയുന്നത്. ആന്റി ക്രൈസ്റ്റ്, ഈ രക്തം കൊണ്ട് പൂജ, അതുപോലെ കുഞ്ഞിനെ അറുത്തിട്ട് പൂജ. ഇപ്പൊ എന്റെ വീട് ട്രിവാൻഡ്രത്ത് ഈ അടുത്തല്ല കുറച്ച് നാളിന് മുമ്പ് ആത്മാവ് ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്നത് യൂട്യൂബിൽ എങ്ങാണ്ട് കണ്ടതിന് ശേഷം സ്വന്തം അമ്മയുടെ അച്ഛൻ്റെയും സിസ്റ്ററിൻ്റെയൊക്കെ ആ കഴുത്തറുത്തിട്ട് ജയിലിൽ കിടക്കുന്ന ആ പയ്യന്. ബേസിക്കലി അവർക്ക് പാവം പിള്ളേരാണ്. പക്ഷെ ഈ ചിലതിൻ്റെ അഡിക്ഷനിലും അല്ലെങ്കിൽ വേണ്ടാത്ത കുറെ കാര്യങ്ങൾ ചകഞ്ഞു നോക്കാനുള്ള ഒരു അന്വേഷണ ത്വര കൊണ്ടെത്തിക്കുന്നത് ഭീകരമായ തകർച്ചകളാണ്. അതുകൊണ്ടാണ് മുമ്പ് പലപ്പോഴും ഞാൻ എൻ്റെ കൗൺസിലിംഗ് ഷോകളിലും സംസാരിക്കുമ്പോൾ ഒക്കെ പലരോടും പറയാറുള്ളത്, ഒന്ന് ശ്രദ്ധിക്കൂ എന്ന്. അപ്പൊ നമ്മളെയൊക്കെ തണ്ട വൈബ് തള്ള വൈബ് എന്ന് പറഞ്ഞാൽ നിങ്ങളെപ്പോലെയുള്ളവര് നമ്മളെ മാക്സിമം അടിച്ചൊതുക്കാൻ നോക്കുമ്പോൾ നിങ്ങൾ അങ്ങനെയല്ല കേട്ടോ. മാപ്സ്റ്റിക് മീഡിയ വളരെ വാല്യൂ ഉള്ള നല്ല മെസ്സേജുകൾ കൊടുക്കുന്ന ഒരു മീഡിയ. അതുകൊണ്ടാണ് ഞാൻ ഇതിന് തയ്യാറാണ്. അപ്പോൾ നമ്മൾ അത് കൊടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എപ്പോഴും എൻ്റെ ഏത് ടോക്ക് എടുത്താലും ഞാൻ ചെയ്യുന്ന പല വർക്കുകൾ എടുത്താലും ഫ്യൂച്ചർ തലമുറയ്ക്ക് വേണ്ടിയാണ്, കരുതലാണ്. ഞാൻ ഒരു നോ പറഞ്ഞാൽ അല്ലെങ്കിൽ ഇത്രയും തടിയൊന്ന് കുറയ്ക്കാൻ നോക്കുക. കാരണം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മുട്ടുവേദന, റുമാറ്റിക് ആർത്രൈറ്റിസ്, വേറെ ഒരുപാട് പ്രോബ്ലം ഉണ്ടാകും. ബോഡി ഒന്ന് കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് കുറയ്ക്കുന്നത് നല്ലതായിരിക്കും എന്ന് നമ്മൾ പറയുന്നത് എന്തിനു വേണ്ടിയാണ്? അത് നല്ലതിന് വേണ്ടിയാണ്, കെയറാണ്. എന്നാൽ ഇപ്പോൾ ബിഗ് ബോസ് പോലെയുള്ള ഷോകളിലോട്ട് വരുമ്പം നമ്മൾ ഈ സംഗതി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ബോഡി ഷെയ്മിങ് എന്ന് പറഞ്ഞുകൊണ്ട് വരും. ഇന്നത്തെ സാഹചര്യം അങ്ങനെയാണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഉടനെ ബോഡി ഷെയ്മിങ് വരും, പിന്നെ നമുക്കെതിരെ പീഡനങ്ങളാവും, അതാവും, അസ്വസ്ഥമാവും. പക്ഷെ കിരാത എന്ന് പറഞ്ഞ സിനിമയിൽ നമ്മളിപ്പോൾ കേരളത്തിൽ, നമ്മുടെ നാട്ടിലും ലോകത്തും നടന്നുകൊണ്ടിരിക്കുന്ന കുറേ അന്ധവിശ്വാസങ്ങൾ, കുറേ അനാചാരങ്ങൾ, തട്ടിപ്പുകൾ, അതിന് എതിരെയുള്ള ജനങ്ങളെ, കുട്ടികളെ, യൂത്തിനെ ബോധവൽക്കരിക്കണം, ഫാമിലിയെ ബോധവൽക്കരിക്കാൻ വേണ്ടിയുള്ള നല്ലൊരു പടമാണ്. ഇപ്പൊ പൊതുവെ ഇപ്പൊ നമ്മൾ പറയല്ലോ, അന്ധവിശ്വാസങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഇന്ത്യ എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് കൾച്ചർ ഉള്ളത്. അപ്പൊ ഈ അന്ധവിശ്വാസങ്ങൾ അതിന്റെ ഒരു പാർട്ടാണ്. പല പൂജകള് അല്ലെങ്കിൽ പല കാര്യങ്ങൾ നമ്മൾ തന്നെ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട്. ഇപ്പൊ രജിതേട്ടൻ ഒരു ദൈവവിശ്വാസം കൂടിയാണ്. അപ്പൊ അതിൽ അന്ധവിശ്വാസം എന്നുള്ളൊരു സംഭവത്തിനെ പറ്റി എന്താ പറയുന്നത്? തീർച്ചയായും നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ഞാൻ ദൈവവിശ്വാസിയാണ്. അപ്പം നമുക്ക് നോക്കാം, പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ പോസിറ്റിവിറ്റിയാണ് ദൈവം എന്ന് സങ്കല്പിക്കുന്നതല്ല സത്യം. കാരണം പുള്ളി ക്രിയേറ്റ് ചെയ്തതാണ്, അല്ലെങ്കിൽ ഈ ശക്തിയാണ് ഈ പ്രപഞ്ചം ക്രിയേറ്റ് ചെയ്തത്, ഈ ഭൂമിയെ ക്രിയേറ്റ് ചെയ്തത്. ഇവിടെ ജീവന് വേണ്ട എല്ലാ സാഹചര്യങ്ങളുമായിട്ടുള്ള വായു, വെള്ളം, അല്ലെ, എല്ലാ കണികകളും ഇവിടെ സൃഷ്ടിച്ച് നമുക്ക് തന്നു. അപ്പം പുള്ളി എന്തായാലും ഡിസ്ട്രക്ടർ അല്ല, ക്രിയേറ്ററാണ്. എല്ലാം ക്രിയേറ്റ് ചെയ്ത് തന്നു. എന്നാൽ ന്യൂക്ലിയർ ബോംബ് കണ്ടുപിടിക്കുന്ന ആരാ? നമ്മൾ, അല്ലേ? ഭയങ്കര ബങ്കർ ബസ്റ്റർ മിസൈലുകൾ അല്ലെങ്കിൽ കൂടെയുള്ള സഹോദരങ്ങളെ ഏത് രീതിയിൽ നശിപ്പിക്കാമെന്നുള്ള രീതിയിൽ എന്ന് വെച്ചാൽ ഈ ഇവിടുത്തെ സഹോദരനല്ല ഞാൻ പറഞ്ഞത്, ഉദ്ദേശിച്ചത് ലോകരാജ്യങ്ങൾ. ലോക സംസ്ഥ സുഖിനോ ഭവന്തു ആണ് എൻ്റെ പ്രിൻസിപ്പിൾ. പക്ഷെ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിനെ തകർക്കാൻ വേണ്ടി കോടിക്കണക്കിന് രൂപയുടെ വെപ്പൺ, ആയുധങ്ങളാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, അല്ലേ? അതിൽ ചിലരുണ്ടാക്കി വെച്ചിരിക്കുന്ന ജൈവായുധം എന്ന് പറയുന്ന ആയുധമാണ്. എന്ന് പറഞ്ഞാൽ ആ ജൈവായുധം പൊട്ടിച്ചു കഴിഞ്ഞാൽ വൈറസുകളും മാരകമായ ബാക്ടീരിയകളും രോഗങ്ങൾ കൊണ്ട് നിറച്ച് എതിർ രാജ്യത്തിലുള്ള വ്യക്തികളുടെ രോഗികളാക്കി. ഇപ്പൊ കൊറോണ വൈറസ് വന്നതുപോലെ കംപ്ലീറ്റ് നശിപ്പിക്കുക. ഇതൊരു ഈവിൾ ഇഫക്റ്റ് ആണ്, അല്ലേ? അതിനൊരു ദൈവിക ഇഫക്റ്റ് എന്ന് പറയാൻ പറ്റൂലല്ലോ.
പക്ഷെ ഇപ്പൊ നമ്മുടെ ഇവിടുത്തെ ഒരു കൾച്ചർ വെച്ചിട്ട് ഇപ്പൊ എന്റെ വീട്ടിൽ പറയുകയാണെങ്കിൽ സന്ധ്യ കഴിഞ്ഞാൽ കിടക്കാൻ പാടില്ല, നഖം വെട്ടാൻ പാടില്ല, മുടി ജീവം, അങ്ങനെ കുറെ കാര്യങ്ങൾ അതെന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ അതിലേക്ക് വരികയാണ്. അപ്പൊ നമ്മുടെ കുറെ വിശ്വാസങ്ങൾ, ആ വിശ്വാസങ്ങൾ എപ്പോഴും നല്ലതിന് വേണ്ടിയാണ്. ഈ അന്ധവിശ്വാസം എന്ന് പറയുന്ന കുറെ എണ്ണം ഈ വിശ്വാസം ഓവറായി പോകുമ്പോൾ എന്ത് ഓവറായ പ്രോബ്ലമാണ്. ഒരു ദൈവിക ശക്തിയുണ്ട്, നമ്മുടെ എല്ലാവരുടെയും തിരിച്ചുപോക്ക് ആ യൂണിവേഴ്സൽ ഫ്ലോയിലേക്കാണ്. യൂണിവേഴ്സൽ ഒരു ഫ്ലോ ആണ്, നമ്മളൊരു എനർജി കണ്ടന്റ് ആണ്. നമ്മുടെ തലയ്ക്കകത്ത് നമ്മുടെ ബോഡിക്കകത്ത് ഒരു എനർജി ഉണ്ട്, ഊർജം. ആ ഊർജം നമ്മൾ മരിച്ചു എന്ന് പറയുന്ന സമയത്ത്, ഏതൊരു വ്യക്തി മരിച്ചു എന്ന് പറയുമ്പോഴും ആ ഊർജം നമ്മുടെ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് പോകണം. ഈ പോകുന്ന ഊർജം അൾട്ടിമേറ്റ് ഊർജത്തിലേക്ക് ലിങ്ക് ചെയ്യണം. ആ അൾട്ടിമേറ്റ് ഊർജത്തിലേക്ക് ലിങ്ക് ചെയ്യണമെങ്കിൽ വളരെ സിമ്പിൾ കോമൺ സെൻസ് മതി. ആ അൾട്ടിമേറ്റ് ഊർജം എന്ന് പറയുന്നതും നമ്മളിൽ നിന്ന് പുറത്തു വരുന്ന ഊർജവും സെയിം വേവ് ലെങ്ത്, സെയിം മാച്ചിങ് ആയിരിക്കണം, വേണ്ടേ? ആ അൾട്ടിമേറ്റ് ഊർജം എന്ന് പറയുന്ന യൂണിവേഴ്സൽ എനർജി എന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്യുകയും പോസിറ്റിവിറ്റി നിറഞ്ഞതും എല്ലാം ഗുണപരമായിട്ടുള്ള ഒരു എനർജി ആണെങ്കിൽ, നമ്മളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും കൊണ്ട് നെഗറ്റീവായി ഡിസ്ട്രക്റ്റീവായി മാലിന്യങ്ങൾ നിറഞ്ഞ ആ ഊർജമാണ് നമ്മുടെ. ഈ ഊർജത്തിനെയാണ് ആത്മാവ്, റൂഹ്, സോള് എന്നൊക്കെ പറയുന്നത്. അപ്പം ഈ സംഗതി പുറത്തേക്ക് വരുമ്പോൾ ഈ ഇരിക്കുന്ന ഇമ്പ്യൂരിറ്റീസ് അല്ലെങ്കിൽ നെഗറ്റിവിറ്റി നിറഞ്ഞ ഊർജത്തിന് എങ്ങനെയാണ് ഈ അൾട്ടിമേറ്റ് ഫ്ലോ ഓഫ് എനർജിയുമായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റുക? ഇത് ഡി ഇൻറ്റഗ്രിറ്റിയും. ഇതിനെയാണ് ബൈബിളിൽ യേശുദേവൻ വളരെ സിമ്പിളായി മത്തായി സുവിശേഷം 12-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ളത്, അശുദ്ധാത്മാവ് തിരിച്ചു വരും. എന്നുവെച്ചാൽ നമ്മുടെ ആ ഊർജ്ജം അശുദ്ധമാണെങ്കിൽ അത് തിരിച്ചു വന്ന് അത് പ്യൂരിഫൈ ചെയ്തേ പറ്റൂ, പ്യൂരിഫൈ ചെയ്യിച്ചേ പറ്റൂ. അപ്പൊ അത് ഹിന്ദു വേദഗ്രന്ഥങ്ങൾ, രാമായണത്തിലും ഭാഗവതത്തിലും മഹാഭാരതത്തിലും ഉപനിഷത്തുക്കളിലെല്ലാം ഇത് കറക്റ്റായിട്ട് പറയുന്നു. അത് റീബർത്ത് എടുക്കും, റീബർത്ത് എടുക്കും, റീബർത്ത് എടുക്കും. റീബർത്ത് എടുക്കുകയോ റീബർത്ത് എടുക്കാതിരിക്കുകയോ ചെയ്യട്ടെ, പക്ഷെ ആ ഊർജം പ്യൂരിഫൈഡ് ഫോം ആയിട്ട് വന്നില്ലെങ്കിൽ യൂണിവേഴ്സൽ ഫ്ലോ ഓഫ് എനർജി, അൾട്ടിമേറ്റ് ഊർജം എന്ന് പറയുന്ന, മലയാളത്തിൽ പറഞ്ഞാൽ പരബ്രഹ്മം, പടച്ചോൻ, പരിശുദ്ധാത്മാവ്, പരബ്രഹ്മം, തമ്പുരാൻ അല്ലെങ്കിൽ യഹോവ, കർത്താവ് എന്ന് വെച്ചാൽ സൃഷ്ടിക്കുന്ന, നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്, അള്ളാഹു, ഏത് വാക്കി പറഞ്ഞാലും ഈ അൾട്ടിമേറ്റ് ഫ്ലോ ഓഫ് ഊർജം സിംഗിളാണ്. യൂണിവേഴ്സലിന്റെ ടോട്ടൽ ഊർജം എന്ന് പറയുന്ന അൾട്ടിമേറ്റ് ഊർജം സിംഗിളാണ്. പക്ഷെ അതിലേക്ക് പലരും എത്തുന്നത് പല വഴികളിലൂടെയാണ്. അതിൽ ഇന്ത്യയെ സംബന്ധിച്ച് ആയിരക്കണക്കിന് ജാതിമത വ്യവസ്ഥകൾ ഉള്ളതുകൊണ്ട് അവർ പലരും അവരവരുടെ മുൻഗാമികൾ കണ്ടെത്തിയ ആ വഴികളിലൂടെ സഞ്ചരിക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ നമ്മൾ ഇന്ന് സയൻസ് പുരോഗമിച്ചത് കൊണ്ട് തന്നെ, കാര്യങ്ങൾ പുരോഗമിച്ചുകൊണ്ട് തന്നെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കി കാര്യങ്ങൾ ക്ലിയർ ആക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പായി, ആ യൂണിവേഴ്സൽ ആ ഫ്ലോ എനർജിയിലേക്ക് നമ്മൾ ഏത് വഴി പോയാലും നമ്മൾ അത് പ്യൂരിഫൈ ചെയ്യാൻ ശ്രമിക്കുക, സ്വയം പ്യൂരിഫൈ ചെയ്യാൻ ശ്രമിക്കുക, സ്വയം അതിനെ ക്ലീൻ ആക്കാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ തിരിച്ചു വരാതിരിക്കേണ്ട ഒരവസ്ഥ സംജാതമാകാൻ. ഇപ്പൊ അശുദ്ധാത്മാവ് തിരിച്ചു വരില്ല, ശുദ്ധമാണ്. അപ്പൊ ഞാൻ ശുദ്ധമാണെങ്കിൽ മോളെ കാണുന്നത് നല്ല കണ്ണിലൂടെ ആയിരിക്കണം. മോളെ കാണുമ്പോൾ ഞാൻ ലൈംഗികതയിലൂടെ കാണുകയും എങ്ങനെ നിന്നെ മിസ്യൂസ് ചെയ്യാമെന്നും നിങ്ങളെ എങ്ങനെ ട്രാപ്പിലാക്കാമെന്നും അതിന് തരുന്ന ഐസ്ക്രീമിലും ചോക്ലേറ്റിലും MDMAയും മറ്റ് കെമിക്കലുകളും ചേർത്ത് മയക്കി നമ്മൾ നശിപ്പിക്കുമ്പോൾ, പുറമേ നമ്മൾ നല്ലവരെന്ന് കണ്ടാലും നമ്മുടെ അകം കൊണ്ടൊരു ഡിസ്ട്രക്റ്റീവ്, നാശം, നശിപ്പിക്കൽ, നമ്മുടെ കൂടെ ഉള്ളവരെ തകർക്കുക എന്നുള്ളൊരു ശീലം തന്നെയല്ലേ നമുക്കുള്ളത്. ആ എനർജിക്ക് ഒരിക്കലും പ്യൂറാവാൻ പറ്റില്ല എന്നല്ല, അതിന് മാനസാന്തരം വന്നെങ്കിലേ അതെന്താ പറ്റൂ, പ്യൂരിഫൈഡ് വെർഷൻ ആവും. അപ്പൊ ഈ പൂജകളിൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഇത് ശക്തമായ ഭാഗമാക്കാൻ വേണ്ടി പലരും ചിലപ്പം പാലഭിഷേകം നടത്തിയാണ് ചില അമ്പലങ്ങളിൽ പൂജ നടത്തുക, ഭസ്മാഭിഷേകം നടത്തി ചെയ്യും, പൂക്കൾ കൊണ്ട് ചെയ്യും. പക്ഷെ കുറച്ചുകൂടെ പവർഫുള്ളായിട്ട് കാണുന്നവനെ ഒരു ഭയങ്കര ഹിസ്റ്റീരിക്കായ ലെവലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി കുറെ പേര് പാലിന്റെ സ്ഥാനത്ത് രക്താഭിഷേകം നടത്തും. മനസ്സിലായോ? രക്താഭിഷേകം. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും ഒരാളിനെ കൊന്ന് അല്ലെങ്കിൽ കട്ട് ചെയ്ത് രക്തമെടുത്ത് രക്തത്തിന്റെ അഭിഷേകമൊക്കെ നടത്തുമ്പോൾ നമ്മളുടെ അകം മൈൻഡ് എന്ന് പറയുന്നത് നമ്മൾ വേറെ ലെവലിലേക്കാവും. മനസ്സിലായില്ലേ? ഈ നമ്മളെ അന്ധമായ വിശ്വാസങ്ങൾ, അതാണ് അന്ധവിശ്വാസം. അന്ധമായ വിശ്വാസം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഭക്തി കൂടിയ ഭ്രാന്താവുമെന്ന്. ഭക്തി വേണം, പക്ഷെ ഭക്തി കൂടിയാൽ ഭ്രാന്താവും പറയും. അപ്പൊ ഈ അന്ധമായ വിശ്വാസത്തിൽ
നമ്മൾ രക്തം കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ കുഞ്ഞുങ്ങളെ അറുത്ത് അല്ലെങ്കിൽ നമ്മളെ വ്യക്തികളെ കൊന്ന് പൂജ നടത്തി അതിൻ്റേതായിട്ടുള്ള ബഹളവും അതിൻ്റെ ഈ ചില പടങ്ങളൊക്കെ കണ്ടിട്ടില്ലേ, അതിൻ്റെ ഈ അറേഞ്ച്മെൻറ്റ്സും ഇതെല്ലാം കാണുമ്പം സ്വാഭാവികമായി മനസ്സിന് നല്ല കൺട്രോൾ ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു ടെൻഡർ മൈൻഡുള്ള വ്യക്തികൾ ഇതൊക്കെ കണ്ട് സ്വാഭാവികമായിട്ടൊരു ഭയ അവസ്ഥയിലേക്ക് എത്തും. ഇവർ പിന്നെ ഇതാണ് ശരി എന്നുള്ള തലത്തിലേക്ക് എത്തും. ഇതാണ് അന്ധവിശ്വാസം കയറ്റിപ്പിടിക്കുന്ന സാധനം. അപ്പം അവരോട് അത് നടത്തുന്ന ഉഡായിപ്പായിട്ടുള്ള ചിലർ ഉഡായിപ്പായിട്ടുള്ള ചിലർ പറയും, നിങ്ങളുടെ കുടുംബത്തിൽ ഭയങ്കരമായ ഐശ്വര്യം വരണമെങ്കിൽ അവിടെ ഒരു കുഞ്ഞിനെ ബലി നൽകണം. ഇത് പണ്ടും ഉണ്ടായിരുന്നു. പക്ഷെ പണ്ട് പ്രവാചകന്മാരുടെ കാലത്ത് ഈ ബലി നൽകൽ എന്ന് പറയുന്നത് ആടിനെയും പശുവിനെയും, അല്ലെങ്കിൽ പശു ഞാൻ പറയുന്നത് ഇനിയിപ്പോൾ അതൊരു കോൺട്രവേഴ്സിയാവും, ആടിനെയും അല്ലെങ്കിൽ മറ്റേതെങ്കിലും മൃഗങ്ങളെയാണ് ബലി നൽകിയിരുന്നത് അല്ലേ. പക്ഷെ ഞാൻ അന്നും ഇന്നും അതിനെ എതിർക്കുന്നു. കാരണം മൃഗം പോലെ ഒരു ജീവിയാണ് അല്ലേ, നമ്മളെപ്പോലെ ഒരു ജീവിയാണ്. വാഗൊണ്ട് സംസാരിക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ ഒരു ആടിനെ അറുത്ത് ബലി നൽകുക എന്ന് പറയുമ്പോൾ ആ ആടിന്റെ രക്തം അവിടെ വീഴുകയാണ്. അപ്പം അതൊരു ശുദ്ധമാണോ അശുദ്ധമാണോ എന്ന് എന്നോട് ചോദിച്ചാൽ, അങ്ങനെ മൃഗങ്ങളെ കൊന്നുപോലും പൂജ നടത്തുന്നത് തെറ്റാണ്, അത് അശുദ്ധമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ്. അത് തന്നെയാണ് വേദഗ്രന്ഥങ്ങളിലും പറഞ്ഞത്. ശരിയാ. ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ ഭക്തി മൂത്ത് പ്രാന്താവുന്ന ഒരുപാട് പേരുണ്ടെന്ന്. ഈ ശരിക്കും പറഞ്ഞാല് പല വിശ്വാസങ്ങളും അല്ലെങ്കിൽ ഇപ്പൊ പല പൂജകളും നമ്മൾ സാധ്യതയ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്യണത്. അതിപ്പോ ഒരു ലിമിറ്റ് വിട്ടിട്ട് ഒരു അത്യാഗ്രഹം അല്ലെങ്കിൽ ഒരു ക്യൂരിയോസിറ്റി എന്നൊരു നിലയിലേക്ക് എത്തുമ്പോഴാണ് ഇങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ പല ആൾക്കാരും പോകുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പൊ നമ്മുടെ ഇവിടെ തന്നെ ഒരുപാട് കേസുകൾ ഉണ്ട് ഇങ്ങനെ നരബലി നടത്തി എന്നൊക്കെ പറഞ്ഞിട്ട്, കുഴിച്ചിട്ടു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതിനെ പറ്റിയിട്ട് എന്താ പറയാനുള്ളത്? ഇതും നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എന്ന് വെച്ചാല് നമ്മൾ കാര്യസാധ്യത്തിന് വേണ്ടിയാണ് കുറുകു വഴികൾ സാധിക്കുക. മോൻ MBBSന്റെ എൻട്രൻസ് എഴുതിയ മോനോ മോക്കോ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ പോയിട്ട് എന്താ ചെയ്യുക? നമ്മൾ പോയിട്ട് സാത്താൻ സേവകൾ അല്ലെങ്കിൽ മറ്റു പല രീതിയിലുള്ള നേർച്ചകൾ, അല്ലെങ്കിൽ ഞാൻ 1001 തേങ്ങ അടിച്ചേക്കാം, എൻ്റെ മോക്ക് ഇന്നതിലേക്ക് കിട്ടുക. ഇത് മോൻ പഠിക്കാതെ, ഏത് ശക്തിയാണെങ്കിലും മോനോ മോളോ പഠിക്കാതെ എങ്ങനെയാണ് ഇതൊക്കെ? അപ്പൊ നമ്മൾ അത് ചെയ്യുകയും പഠിക്കുകയും നന്നായി പഠിക്കുകയും ആത്മാർത്ഥമായി നമ്മളുടെ മനസ്സ്, ആത്മാവ്, ഹൃദയം കൊണ്ട് അകം ശുദ്ധമാണെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചാൽ മാത്രം മതി. ആ യൂണിവേഴ്സൽ സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്ന അൾട്ടിമേറ്റ് പവർ, ഈ പ്രപഞ്ചത്തിൻ്റെ ശക്തി നമ്മുടെ പ്രാർത്ഥനയുമായി ലിങ്ക് ചെയ്യും. പക്ഷേ നമ്മൾ കൂടോത്രം ചെയ്യുകയാണ്. ചില സിനിമകളിലെ കണ്ടില്ലേ, മുട്ടയിൽ കൂടോത്രം നടത്തുക, കുടത്തിൽ കൂടോത്രം നടത്തുക, അന്യൻ മുടിഞ്ഞു പോകാൻ വേണ്ടി കൂടോത്രം നടത്തുക ഒരു വ്യക്തി. അപ്പൊ ഇങ്ങനെയെല്ലാം ചെയ്യുന്ന സാധനങ്ങൾക്ക് താൽക്കാലിക ഇഫക്റ്റുകൾ ഉണ്ടെന്നാണ് കുറെ പേര് പറയുന്നത്. അതുപോലെ തന്നെ ദൃഷ്ടിദോഷം, ശത്രുദോഷം, അതുപോലെ തന്നെ ഗ്രഹദോഷങ്ങൾ, അത് ഗ്രഹത്തിന്റെ ഒരു ഇഫക്റ്റ് എന്ന് പറയുന്നത് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അത് നമ്മുടെ കയ്യിലല്ല ഇരിക്കുന്നത്. നമ്മൾ ജനിക്കുന്ന സമയം കേട്ടിട്ടുണ്ടല്ലോ, അത് റിസർച്ച് സംഭവമാണ്, കണ്ടിട്ടേയല്ല. ഇപ്പം മോഹൻലാൽ എന്ന് പറയുന്നത് നമ്മുടെ പ്രിയങ്കരനായ ലാലേട്ടൻ, അദ്ദേഹം ജനിച്ച സമയം ഏറ്റവും ബെസ്റ്റ് ടൈം ആയതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ കത്തിജ്വലിച്ച് നിൽക്കുന്നത്. നമുക്ക് പലർക്കും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പലപ്പോഴും അത് ജ്വലിച്ച് കയറി വരാൻ പറ്റാത്തത്. ഇപ്പം എൻ്റെ സമയദോഷം കൂടെ ചേർന്നിട്ടാണ് ബിഗ് ബോസ് 2020 ലോകം മൊത്തം ഇളവി എല്ലാവരും മെജോറിറ്റി എന്നെ സപ്പോർട്ട് ചെയ്തു. ഭയങ്കര ഹൈപ്പിൽ യൂറോപ്യൻ പര്യടനം, ഗൾഫ് പര്യടനം, മീറ്റപ്പുകൾ, ഇങ്ങനെ ഗംഭീരമായ സംഭവം നിങ്ങൾക്കൊക്കെ അറിയാം. റെഡിയാക്കി വെച്ച് നമ്മൾ പുറത്തോട്ട് വന്നത് കൊറോണയുടെ അകത്തേക്കാണ് ഇല്ലേ. എന്നെ സംബന്ധിച്ച് എനിക്ക് ദൈവം തന്ന, ഞാൻ ഉണ്ടാക്കിയ ഹൈപ്പല്ല, ദൈവം തന്ന ലോക മലയാളി, നല്ല മനസ്സുള്ള മലയാളി സഹോദരങ്ങൾ എന്നെ ഹൈപ്പിൽ തന്നു എങ്കിൽ പോലും എൻ്റെ സമയദോഷം കൊണ്ട് കൂടിയാണ് എന്താ സംഭവം, ആ കൊറോണ കാലത്ത് എനിക്കിതൊന്നും മെയിൻറ്റെയിൻ ചെയ്യാനോ നിലനിർത്താനോ പറ്റാതെ പോയത്. ഞങ്ങളുടെ വിശ്വാസപ്രകാരം അപ്പം നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് കണ്ടകശനിയാന്ന 7 ശനിയൊക്കെ എൻ്റെ ശനിദോഷം എന്ന് പറയും. ആ ദോഷങ്ങൾ കൊണ്ടാണ് ഈ ഉണ്ടാക്കിയ സാധനമെല്ലാം ഡൗൺ ആയി പോയത്, നിലനിർത്താൻ പറ്റിയില്ല. മനസ്സിലായില്ലേ? എന്നാൽ അതിനുശേഷം വന്നവരുടെയൊക്കെ നോക്കൂ, അവർ പുറത്തിറങ്ങി ലക്ഷങ്ങളും കോടികളും ഉണ്ടാക്കി അവരുടെ പേരുകൾ കുറേയൊക്കെ നിലനിർത്തുന്നു. അതെല്ലാം സംഭവം. ഞാനത് ഉണ്ടാക്കാത്തതുകൊണ്ടെന്നല്ല പറഞ്ഞത്, പക്ഷെ അങ്ങനെ വെച്ചു. പക്ഷെ നമ്മൾ ഒന്നുകൂടെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഗ്രഹങ്ങളുടെ ദോഷം കൊണ്ട് എനിക്കപ്പം അല്ലെങ്കിൽ ലോകം മൊത്തം അങ്ങോട്ട് മുമ്പോട്ട് പോകാൻ പറ്റാതെ ആയിപ്പോയി എങ്കിൽ പോലും എന്നെ സംബന്ധിച്ച് ഞാൻ ഹാപ്പിയാണ്. എന്താ മറുസൈഡുണ്ട്. അന്ന് ഈ പോപ്പുലാരിറ്റി കണ്ട് എൻ്റെ വളർച്ച, അല്ലെങ്കിൽ ഞാൻ പുറത്തിറങ്ങിയപ്പം എന്നെ ഈ ലക്ഷക്കണക്കിന് ആൾക്കാർ സ്നേഹിക്കുന്നത് കണ്ട്
അതിനകത്തേക്ക് ചെന്ന് വീണ് ചിലപ്പോൾ ഞാൻ ചെയ്യുന്നതോ പ്രവർത്തിക്കുന്നതോ ഏറ്റെടുക്കുന്നതോ സൈൻ ചെയ്യുന്ന എഗ്രിമെന്റുകൾ പോലും ഉഡായിപ്പും തെറ്റുമാണെങ്കിൽ ഞാൻ പെട്ടുപോകുമായിരുന്നു അല്ലേ? അപ്പൊ യഥാർത്ഥത്തിൽ യൂണിവേഴ്സൽ ഫ്ലോ ഓഫ് എനർജി എന്ന് പറയുന്ന ആ ഊർജം, ദൈവിക ശക്തി, ആ കൊറോണ അന്ന് എനിക്ക് തന്ന് എൻ്റെ ആ ഹൈപ്പിന് ഒന്ന് സൈലന്റ് ആക്കി വെച്ചത് നല്ലത് തന്നെയാന്ന് പറയാം. അതുകൊണ്ടാണ് എനിക്ക് ഇന്നും നിങ്ങളുടെ ഹൃദയത്തിലും ലോകജനങ്ങളുടെ ഹൃദയത്തിലും നിലനിൽക്കാൻ പറ്റുന്നതും. ഈ പറഞ്ഞ് 10-30 പടങ്ങൾ ഇപ്പം ചെയ്തു കഴിഞ്ഞു. അതിൽ എൻ്റെ ഇറങ്ങാൻ പോകുന്ന പടമാണ് കിരാത എന്ന് പറഞ്ഞ് റിലീസാകാൻ പോകുന്നത്. ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ചെണ്ണം ഇനി തരാമെന്ന് പറഞ്ഞിരിക്കുന്ന കുറേ പേരുണ്ട്. കാരണം ഞാൻ ആർക്കും ദോഷം ചെയ്യില്ല. എനിക്ക് വേഷം തരുന്നത് ഇപ്പം കിരാത എന്ന് പറയുന്ന ഈ സിനിമയുടെ എനിക്ക് തന്ന പ്രൊഡ്യൂസർ, ഡയറക്ടർ, അവർ എനിക്ക് തന്ന ആ വേഷം അത് ഞാൻ ചെയ്തു കഴിഞ്ഞിട്ട് പൊടിയും തട്ടി പോകലില്ല. ആ പ്രൊഡ്യൂസർ, ഡയറക്ടർക്ക് ആ സിനിമ പ്രൊമോഷൻ നടത്തി ഇതിൻ്റെ കണ്ടന്റുകൾ ജനങ്ങളിലേക്ക് എത്തിച്ച് അത് റിലീസ് ചെയ്യുന്നത് വരെ ഞാൻ കൂടെ നിൽക്കും. അതിനെയാണ് നന്ദി എന്ന് പറയുക. അൽ അമീൻ എന്ന് നമ്മൾ പ്രവാചകനെ പറയുന്ന പോലെ ഞാനൊരു അൽ അമീൻ ആവാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ഇന്നുവരെങ്കിലും ഞാൻ പറഞ്ഞ ഏതെങ്കിലും വാക്ക് കള്ളമാണെന്നോ ചതിയാണെന്നോ തെറ്റാണെന്നോ മറ്റൊരാളിന് ദോഷം ചെയ്യുന്നതാണെന്നോ കേട്ടിട്ടുണ്ടോ? ബിഗ് ബോസ് സീസൺ 2-ൽ എന്നോടൊപ്പമുള്ള ഏതെങ്കിലും മത്സരാർത്ഥികൾക്ക് എതിരെ ഞാൻ അനാവശ്യം പറയുകയോ തെറി വിളിക്കുകയോ ചീത്ത ബഹളം വയ്ക്കുകയോ മോശക്കാരായി അവരെ ഞാൻ ചിത്രീകരിക്കുകയോ അങ്ങനെ നെഗറ്റീവായി എന്തെങ്കിലും ഞാൻ ചെയ്തോ? ഒരെണ്ണമെങ്കിലും മ്യൂട്ട് ചെയ്ത് ബിഗ് ബോസ് ഷോ കാണിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് എൻ്റെ കൂടെയുള്ള സഹോദരങ്ങളെ അല്ലെങ്കിൽ മത്സരാർത്ഥികൾക്ക് അവരെ സൈബർ അറ്റാക്ക് ചെയ്യരുത്, സൈബർ ബുള്ളിങ് ചെയ്യരുതെന്ന് ഞാൻ 2 വീഡിയോ ഇട്ടത് എൻ്റെ യൂട്യൂബ് കിടപ്പുണ്ട് ലക്ഷക്കണക്കിന് കണ്ടത് അല്ലേ? അപ്പം നമ്മൾ മറ്റൊരാൾക്ക് ഗുണം ഉണ്ടാകുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നു. ഇപ്പം കിരാത എന്ന് പറയുന്ന ഈ സിനിമയിലൂടെ പ്രൊഡ്യൂസറും ഡയറക്ടറും കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ് എന്ന് പറയുന്നത് സമൂഹത്തിലെ കുട്ടികൾ, വ്യക്തികൾ അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും പെട്ടും മറ്റ് രീതിയിൽ കറക്കവും സെലിബ്രേഷൻസ്. ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഗോവയിൽ കറങ്ങാൻ പോയി, പക്ഷെ അടിച്ച് ഫിറ്റായി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ലഹരി കയറ്റിയിട്ട് നേരെ കടലിലേക്ക് എടുത്ത് ചാടുക. കടലിന് അവിടെ സമയം കുഴി ഉണ്ടായിരുന്നു, കടലിൽ പോയി പിന്നെ ഒരിക്കലും തിരിച്ചു വരില്ല അല്ലേ? അപ്പൊ ആഘോഷങ്ങൾ നല്ലതാണ്. അത് ശ്രദ്ധാപൂർവം നമ്മൾ വിനിയോഗിക്കുകയാണെങ്കിൽ നമുക്ക് 100 വർഷം നന്നായിട്ട് ജീവിക്കാനും ജീവിതം മൊത്തം നല്ല കൺട്രോൾഡ് ആഘോഷ രീതിയിൽ പോകാനും പറ്റും. അതുകൊണ്ടാണ് വേദഗ്രന്ഥങ്ങളിൽ പറഞ്ഞത്, ഗീതയിൽ പറഞ്ഞത്, അങ്ങനെ ആഘോഷങ്ങളും വിജയങ്ങളും ഒരുപാട് വരുമ്പോൾ അമിതമായി ആഘോഷിക്കാതിരിക്കുക. ദുഃഖങ്ങളും വരും, അങ്ങനെ ഭയങ്കര ദുഃഖങ്ങൾ വരുമ്പോൾ അമിതമായി ദുഃഖിക്കാതിരിക്കുക. ഒരു കുഴിയുണ്ടെങ്കിൽ എന്തുണ്ട്, ഒരു കുഞ്ഞുണ്ട്. അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചാണ് പോകുന്നെങ്കിൽ കുന്നീന്ന് താഴെ വീഴൂല അല്ലേ? അപ്പൊ ഈ പറഞ്ഞ പോലെ സിനിമ ജനുവരി 23 റിലീസ് ആണ്. അപ്പൊ നമ്മുടെ ഓഡിയൻസിനോട് എന്താ പറയുന്നത്, എന്ത് മെസ്സേജ് ആണ് കൊടുക്കാനുള്ളത്? തീർച്ചയായിട്ടും മെപ്സ്റ്റിക് മീഡിയയുടെ എല്ലാ പ്രേക്ഷകരും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യങ്ങൾ സത്യമാണ്. ഞാൻ പഠിച്ചിട്ടും മനസ്സിലാക്കിയിട്ടും പറയുന്ന കാര്യങ്ങളാണ്. എന്നെ വിശ്വാസമുള്ള, എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ സഹോദരങ്ങൾക്ക് ഞാൻ എപ്പോൾ എവിടെ പ്രസംഗിച്ചാലും എവിടെ സന്ദേശം കൊടുത്താലും മെപ്സ്റ്റിക് മീഡിയയിലൂടെയും ഞാൻ പറയുന്നു, നിങ്ങൾ കിരാത എന്ന് പറയുന്ന സിനിമ വരുന്നുണ്ട്. വലിയ ബാഹുബലി സിനിമയൊന്നുമല്ല, കുറച്ച് കുറവുകളും കാര്യങ്ങളൊക്കെ ആണ്. പക്ഷെ ഒരുപാട് ന്യൂ കമേഴ്സിൽ ഡയറക്ടർ ന്യൂ കമറാണ്, പുതുമുഖമാണ്. പ്രൊഡ്യൂസർ ന്യൂ കമറാണ്. പ്രൊഡ്യൂസർ അവരൊക്കെ വീണ്ടും സിനിമ എടുക്കാനായിട്ട് വരണം. അതുപോലെ ആർട്ടിസ്റ്റുകൾ ഒരുപാട് പേര് യൂത്തിൻ്റെതാണ്, ന്യൂ കമേഴ്സാണ്. അങ്ങനെ പുതുതലമുറയെ ചേർത്ത് വെച്ചുകൊണ്ട് എടുത്തിരിക്കുന്ന ഈ സിനിമ തീർച്ചയായിട്ടും നിങ്ങൾ കാണുക, പ്രോത്സാഹിപ്പിക്കുക, അതിനുള്ള മെസ്സേജുകൾ എടുക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങൾക്ക് ഗുണം തന്നെ ചെയ്യും. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ സിനിമ ഹിറ്റ് ആവട്ടെ എന്ന് ആശംസിക്കുന്നു. രജിത്തേട്ടനും ഇനി വെറൈറ്റി റോൾസിൽ നിന്ന് നമ്മുടെ മുന്നിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. എന്നാലേ കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റും. കാരണം ഒരുപാട് അറിഞ്ഞ കാര്യങ്ങൾ ഇരിപ്പുണ്ട്, അത് നിങ്ങളോട് ഷെയർ ചെയ്യാം. ഇപ്പൊ ഞാൻ ഇന്ന് വരെ ഒരു ഇന്റർവ്യൂവിലും കൊടുക്കാത്ത ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമുക്ക് കിട്ടിയത്. അപ്പൊ ഇതേപോലെ ഇനിയും ഇന്റർവ്യൂസ് എടുത്തിട്ട് ഞാൻ പലപ്പോഴും പറയും, എന്നെ മാക്സിമം ഉപയോഗിക്കാൻ ശ്രമിക്കും. ഇപ്പൊ ഞാൻ അമേരിക്കയിലോ യൂറോപ്പിലോ മറ്റു രാജ്യം ജപ്പാനിലൊക്കെ ആണെങ്കിൽ അവർ നമ്മളുടെ കഴിവ് അറിവൊക്കെ യൂസ് ചെയ്ത് ജനങ്ങൾക്ക് കൊണ്ടു കൊടുക്കും. ഇവിടെ അതല്ല. ഇവിടെ നമ്മൾ സത്യവും നല്ലതും പറയുകയാണെങ്കിൽ അപ്പം നമ്മളെ കീറി മുറിക്കാനും തകർക്കാനായിട്ട് വരും. എന്തായാലും മെപ്സ്റ്റിക് മീഡിയ ഒരു നല്ല വാല്യൂ ഉള്ള, നല്ല ക്വാളിറ്റിയുള്ള, ജെന്യുവൻ ആയിട്ടുള്ള മീഡിയയാണ്. അതുവഴി നല്ലതേ പ്രചരിക്കൂ എന്ന് എനിക്ക് വിശ്വാസമുള്ളതുകൊണ്ടാണ് മെപ്സ്റ്റിക് മീഡിയ ഞാൻ ചേർത്ത് പിടിച്ചിരിക്കുന്നത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ.